ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ചെറിയൊരു ഓണം പർച്ചേസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ ഇതാണ്. കണ്ടോ, നല്ല ഗോൾഡൻ ഓണത്തിന് പറ്റിയൊരു മെറ്റീരിയൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ലേസ് നോക്കാൻ പോകണം. അപ്പോൾ ലേസ് നോക്കാൻ ഒരു കടയിൽ നിന്ന് കിട്ടിയാൽ റേറ്റ് കുറവിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ പോവാം. ഇല്ലെങ്കിൽ 2-3 കടയൊക്കെ ചെന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഓണം ആവണ സമയത്ത് നിങ്ങൾക്കും കട എന്നൊക്കെ നോക്കുമ്പോൾ എളുപ്പത്തിൽ കടയൊക്കെ കണ്ടുപിടിക്കാം, റേറ്റ് കുറവില്ല. അപ്പം നിങ്ങളും റേറ്റും കാര്യങ്ങളും നല്ല ലേസുകളൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങളും പോരാത്തതിന് ഒരു ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട്. ഓണായിട്ട് നമ്മുടെ നാ ബ്രാൻഡിന്റെ ഒരു കോഡ് സെറ്റ് നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ മെറ്റീരിയൽ വന്നിട്ട് മൊഡാൽ സിൽക്കിനുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് തയ്പ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നമ്മുടെ പേജിലൊക്കെ ഇടും. പക്ഷെ ഇന്നത്തെ പണി അതല്ല, ഇത് നമ്മൾ ലേസ് എടുക്കാൻ പോലെയാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ലേസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അവിടേക്കാണ് നമ്മൾ ലേസ് എടുക്കാൻ ആദ്യമായിട്ട് പോകുന്നത്. ഇവിടെ ലേസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ബീഡ്സ് ആണ്. ഏതായാലും നോക്കാം. ബീഡ്സ് ഉണ്ടോ? ബീഡ്സ് കയറിയ വഴി ഇറങ്ങേണ്ടി വന്നു. അവിടെ ബീഡ്സ് ആവാ, ലേസ് ഇല്ല. ബീഡ്സ് ഫെജിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഫെജിനേക്കാളും മുമ്പ് ഒരു കടയുണ്ട് ഈ ഭാഗത്തായിട്ട്. അവിടെ ആദ്യം പോകും, എന്നിട്ട് ലാസ്റ്റ് ഫെജി വയ്ക്കാം. ഓക്കെ, ഇത് ടിപ്പ് ടോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം കയറുക. ഡ്രസ്സ് മാറ്റി ആളില്ലാത്തോണ്ടാണ്. ആളില്ല, നമ്മളെ നോക്കാൻ ആളില്ല. ഇതിവിടെ എവിടെയും വെച്ചാൽ അല്ലെങ്കിൽ വഴി പോണ വഴിയല്ല ഞാൻ തട്ടി കുറിച്ചു. ശരിണ്ടോ? ഇല്ല, നമുക്ക് മാത്രം എടുത്തരാൻ. ഈ കളർ വേണം എടുക്കാൻ. മാച്ച് കളർ ഇഷ്ടപ്പെടുമ്പോ മീറ്റർ തികയില്ല. മീറ്റർ കിട്ടിയാൽ എനിക്ക് റേറ്റ് തികയില്ല. വേറെ കടയിൽ പോകേണ്ടി വരും തോന്നുന്നു. നോക്കാം. ഈ പറഞ്ഞില്ലേ മറ്റേ റെസിൻ ആർട്ടിന്റെ മുത്തുമണികൾ. നമ്മുടെ റെസിൻ ആർട്ടില്ലേ, റെസിൻ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ എന്തായാലും വന്നു. കാരണം ഇതിൻ്റെ എല്ലാം ഐറ്റംസ് ഉണ്ട്. ഈ ഗോൾഡിൻ്റെ അതിൽ ഡെക്കറേറ്റീവ് ഇടാനുള്ളത്. പിന്നെ അതെ, ഇതാണ് നമ്മുടെ റെസിൻ. പല റേറ്റിൻ്റെ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ തന്നെ ഇടാനുള്ള ഗ്ലിറ്റേഴ്സ് ഉണ്ട്, എല്ലാം ഇരിക്കുന്നുണ്ട്. ഡ്രൈ ഫ്ലവേഴ്സ്, എല്ലാ ഐറ്റംസും ഒരുവിധമൊക്കെ ഇവിടെ കാണാനുണ്ട്. അവിടെ നമ്മൾ സക്സസ്ഫുള്ളി അടുത്ത കടയിലോട്ട് ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധനം ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ കറക്റ്റ് മീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ അഥവാ മീറ്റർ കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇനി ഇതാ ഫെജിക്കും കൂടി പോവാം. അവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിനാത്തിന്റെ കീ ചെയിൻ്റെ കിറ്റ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ ഇതല്ല, നമ്മൾ ലേസിലേക്കാണ്. ലേസ് തന്നെ നോക്കണം, വേറെ എവിടെ നോക്കണം. ഇങ്ങനെ പോണം. ഇവിടെ വന്നപ്പോൾ സെക്ഷനുകളായിട്ടാട്ടോ നമ്മുടെ ലേസിന്റെ ബീഡ്സിന്റെ അങ്ങനെ ഓരോ തരത്തിലായിട്ടാണ് ഇവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ അവിടെ കയറി വന്ന വഴി നേരെ പോയപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കളർ വെച്ച് നോക്കിയപ്പോൾ അത് ടോട്ടലി വേറെ ഡിഫറെന്റ് കളറായി. കളർ മാറിയോ? മഞ്ഞ. ഞാൻ കയറി വന്നപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ച കുഞ്ചലായാലും ഇഷ്ടം പോലെ വൈഡ് വെറൈറ്റി ഓഫ് ബീഡ്സും ലേസും ഒക്കെ ഒരടക്കുകളായിട്ട് ലൂസായിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട 3 ഒരുമിച്ച് വെച്ചിട്ട് അവസാനം ഞാൻ ഫൈനലൈസ് ചെയ്ത് ഒരെണ്ണം എടുത്തു. അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പോണ വഴി വേറെ പല ഐറ്റംസും നമ്മൾ ആ വഴി കണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് നിങ്ങൾക്ക് ക്വിക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ. നേരത്തെ കണ്ട റോൾ എടുത്ത്, കാരണം അതാണ് ലാഭം. ഒരു മീറ്ററിനൊക്കെ 35 രൂപ തന്നെ, റോളിനാണെങ്കിൽ 120 രൂപയൊക്കെ വരണം. അപ്പം അത് ഫിക്സ് ചെയ്തു. പണം പോയി പവർ
ഇനി വരാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ഐറ്റം ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇൻഡിപെൻഡൻസ് ഡേ ഐറ്റംസ് നിറച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. കൂടാണ്ട് കുറെ വുൾസ് ആയാലും കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് ആയാലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഫാബ്രിക് പെന്ന്. ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേ സെയിം സാധനം ഇവിടെയും അവൈലബിൾ ഒക്കെ ആട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഗ്സ് ആയാലും ബാൻഡുകൾ, അതിന്റെ തന്നെ കീ ചെയിൻ, ഓരോരോ റേഞ്ചിലും പല പല രീതിയിൽ ഐറ്റത്തിലൊക്കെ ആയിരുന്നു ഓരോ വെറൈറ്റീസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാട്ടോ അവിടെ തിരക്ക് കൂടി വരുന്നത്. റോള് എടുക്കണാണ് ലാഭം, ഇതായിട്ട് എടുക്കണേക്കാണ്. 120 രൂപയുടെ ലേസ് എടുത്തിട്ട് ലാഭിച്ച്. പക്ഷെ ഒരു കാര്യമാണ്, നമുക്കിതിൽ ആകെ 4 മീറ്റർ ആവശ്യമുള്ളൂ. ഇനി ബാക്കി ഡ്രസ്സിന് വെക്കണമെങ്കിൽ ഒരു 500-1000 രൂപയുടെ ഡ്രസ് മെറ്റീരിയൽ എടുത്തിട്ട് വേണം ഇത് ലാഭിക്കാൻ. ഞാൻ തന്നെ ചിരിക്കുന്നു. അപ്പൊ ഓണത്തിന് ഞാൻ പൊതുവെ ഈ 3 കടകളിലാണ് കയറിയിട്ട് ലേസ് ഒക്കെ എടുക്കാറ്. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്ന ഒരു കടയും കൂടി ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മേലെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനമൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. ടുഡേയ്സ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയിക്കാം. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.